100 ഡേയ്സ് ഓഫ് ഡിജിറ്റൽ ഗ്രോത്ത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിന്റെ തുടർച്ചയായിട്ടാണ്. നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ബിസിനസിന്റെ നെയിം, ഡീറ്റെയിൽസ്, വർക്കിംഗ് ടൈം, നമ്മുടെ സർവീസുകൾ, പ്രൊഡക്റ്റുകൾ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തു. ഈ നമ്മളിത് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യും എന്നുള്ളതാണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ, മലപ്പുറത്തുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ മലപ്പുറം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ മലപ്പുറം, ഇതായിരിക്കും ആളുകൾ സെർച്ച് ചെയ്യുക. കാരണം നമ്മൾ ബ്രാൻഡോ നെയിമോ കാര്യങ്ങളോ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് അറിയണ്ടാവില്ല. ആളുകൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ഗൂഗിളിൽ കാണിക്കണം. അപ്പൊ അത് കാണിക്കണമെങ്കിൽ അത് ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഈ അടിക്കുന്ന വേർഡാണ് കീവേഡ്. ഈ കീവേഡ് എന്ത് ചെയ്യണം? നമ്മുടെ ഗൂഗിൾ മൈ ബിസിനസിന്റെ പ്രൊഫൈലിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എബൌട്ട്സിൽ കൊടുക്കുക, നമ്മൾ സർവീസിൽ, പ്രൊഡക്റ്റിൽ, അതുപോലെ തന്നെ ഇതിൽ ബ്ലോഗ് പോസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന അതേ രൂപത്തിൽ ഇമേജ്, കോണ്ടന്റ് കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഈ കീവേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ റിവ്യൂസ്. അപ്പൊ റിവ്യൂസിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവമാണ് റിവ്യൂസിൽ നമ്മൾ കീവേഡ് ഇൻക്ലൂഡ് ചെയ്യുക. ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി എന്നൊക്കെ നമ്മൾ കീവേഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കീവേഡിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കൊടുക്കുന്ന ഏത് ടെക്സ്റ്റ് കണ്ടന്റ് ആണെങ്കിലും അതിലൊക്കെ നമ്മൾ കീവേഡ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഒപ്റ്റിമൈസേഷന് വേണ്ടിയുള്ള മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസിന് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് ഡിജിറ്റൽ ഗ്രോത്ത് ചെയ്യാം.